ഒരു ദിവസം വൈകുന്നേരം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷെ വെയിലിങ്ങനെ താഴ്ന്നു വരുന്നുണ്ട്. ആ സമയത്ത് ബീച്ചിൽ ഒരാളിങ്ങനെ പട്ടം പറത്തിക്കുന്നുണ്ട്. അങ്ങനെ ആളെടുത്ത് ഒരുപാട് പട്ടങ്ങളുണ്ട്. ആൾ പട്ടം വിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു പട്ടം ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും ഹൈറ്റിൽ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുക. ഇയാളെ കയ്യിൽ അതിൻ്റെ നൂലുണ്ടാവുമല്ലോ, ഈ പട്ടത്തിൻ്റെ. ആളിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ലൂസാക്കിയിട്ട് ഈ പട്ടം ഇങ്ങനെ ഹൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുട്ടികൾ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കയ്യിലുള്ള പട്ടത്തിൻ്റെ പകരമായിട്ട് ആ പട്ടം ഞങ്ങൾക്ക് തരുമോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ള പട്ടവും അതേപോലെ പറക്കുന്ന പട്ടമാണ്. അതിന് ആ രൂപവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ പട്ടത്തിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലുള്ളത് കാലത്തോളം എനിക്ക് ഏത് പട്ടവും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ഹൈറ്റിൽ വേണമെങ്കിലും എനിക്ക് പറത്തിക്കാൻ പറ്റുമെന്ന് ആൾ പറയാം. അങ്ങനെ പട്ടം ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. നല്ല ഹൈറ്റിലേക്ക് എത്തിയ സമയത്ത് ഒരു പക്ഷി വന്നിട്ട് ഈ പട്ടത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ നന്നായിട്ട് പറക്കാൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ, എന്തിനാണ് എൻ്റെ കയ്യിലേക്ക് ഒരു നൂലുകൊണ്ട് തന്നെ ഇങ്ങനെ താഴെ ഒരാൾ ബന്ധിപ്പിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പട്ടം പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് നന്നായിട്ട് പറക്കാൻ പറ്റും, പക്ഷേ ഈ ബന്ധനം എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പക്ഷി പറയാണ്, എന്നെപ്പോലെ ഞാൻ പറത്തിക്കുക, ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ നൂലിൻ്റെ ആ ബന്ധനത്തിന് ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ കൊക്ക് കൊണ്ട് കട്ട് ചെയ്ത് തരാം. അങ്ങനെ ഈ പക്ഷി ഈ പട്ടത്തിൻ്റെ നൂല് പൊട്ടിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഈ പട്ടം ഈ പക്ഷിയുടെ കൂടെ മുകളിലോട്ട് പറക്കുന്നുണ്ട് കുറച്ചുകൂടി നേരം. കുറച്ച് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ബാലൻസിങ് പോയിട്ട് ഈ പട്ടം നിലത്തേക്ക് പതിക്കുകയാണ്. ഒരു ചളിക്കുണ്ടിലേക്കാണ് ഇത് പതിക്കുന്നത്. ഇത് കണ്ട് വളരെ നിരാശനായിട്ട് താഴെ നിന്ന പട്ടം പറത്തിക്കുന്ന ആ വ്യക്തി ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ ഓടിച്ചെന്നിട്ട് ഈ നിലത്ത് കിടക്കുന്ന പട്ടത്തിൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെ ഞാൻ എല്ലാ സമയത്തും നീ ഉയരുന്നതിനനുസരിച്ച് തന്നെ ഉയരാൻ ഞാൻ സമ്മതിക്കാറില്ലായിരുന്നു. നീ നോക്കൂ, എൻ്റെ കയ്യിൽ ഇനി എത്രത്തോളം നൂലിൻ്റെ കെട്ടിന് എത്രത്തോളം ബാക്കിയുണ്ട്. ഞാൻ പകുതി ദൂരം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, എൻ്റെ നൂലിനെ ഞാൻ ലൂസാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി എന്നെ ഒരുപാട് നൂലിന് എനിക്ക് ലൂസാക്കാനുണ്ടായിരുന്നു. അപ്പോൾ പട്ടം നിരാശയോടെ പറഞ്ഞു, എന്നെ മോഹിപ്പിച്ച് ആ പക്ഷി എൻ്റെ കൂടെ പറക്കാൻ വേണ്ടി അവൻ എന്നോട് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മോഹ വലയത്തിൽ ചാർന്നിട്ട് ആ പക്ഷിയുടെ കൂടെ പറക്കാൻ വേണ്ടി ഞാനും ആഗ്രഹിച്ചു പോയി. ആ ആഗ്രഹം തെറ്റായെന്ന് ഞാൻ നിലം പതിച്ച സമയത്താണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് ആൾ പറയുന്നുണ്ട്, ഈ നൂലിൽ ബന്ധിക്കുന്ന ഈ ബന്ധനമായിരുന്നു ആ പട്ടത്തിനെ നിശ്ചിത സ്ഥലങ്ങളിലേക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് അതിനെ അനുവദിച്ചിരുന്നത്. ഈ നൂലുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പട്ടം കൃത്യമായിട്ട് പറക്കുന്നത്. അതുകൊണ്ട് പട്ടം ഉണ്ടാക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത്, ഈ നൂലിനെ കൃത്യമായിട്ട് എങ്ങനെ അതിന് ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി കൊടുക്കാനും അതിനാവശ്യത്തിനനുസരിച്ച് ടൈറ്റാക്കി പിടിക്കാനും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്.